ഇത് നല്ല ചുവന്ന മണ്ണ് ഞാൻ കൊണ്ടുവന്നതാണ്. അതിൽ ഓരോ കല്ലൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കൃഷിഭവനിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒരു 300 രൂപ അടച്ച് നമ്മുടെ നികുതി ഷീറ്റും ആധാറും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കിറ്റ് കിട്ടും. ഈ ചട്ടികളൊന്നും അതിൽ പെട്ടതല്ല. അതിൽ കുറച്ച് വളങ്ങൾ, അതേപോലെ തൈകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. അതെന്താണെന്ന് നോക്കാം. ഇത് 10 തക്കാളി, പച്ചമുളക്, വെണ്ട, മുരിങ്ങ, അമര, ഇതൊക്കെ ഉണ്ട്. കൂടാതെ ഇത് ഒരു ചെറിയ ബാഗ്. ഇത് സമ്പൂർണ്ണ ഒരു മൾട്ടിമിക്സ് ആണ്. ഇലകളിൽ തളിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ട്രൈക്കോഡർമ, അതായത് മലബാർ അഗ്രോ ആർമിയുടെ ഒരു ലിക്വിഡാണ്. ഇലകളിൽ തളിക്കാനുള്ളതാണ്. ഇതും മലബാർ അഗ്രോൻ്റെ ട്രൈക്കോഡർമ എന്ന് പറയുന്ന ഒരു മണ്ണിര കമ്പോസ്റ്റാണ്. 7 കിലോ ഉണ്ട്. ഇത് നമുക്ക് മണ്ണിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പേര് കാണിക്കുന്നില്ല. ഇതിങ്ങനെയാണ് വന്നിരിക്കുന്ന, പേര് കാണിക്കുന്നില്ല. പക്ഷേ ഡോളോമേറ്റ് ആണ് ഇത്. ഇത് നമ്മൾ വാങ്ങിച്ച ചകിരിച്ചോറാണ്. ഞാൻ ഏട്ടനോട് ചകിരിച്ചോറ് വാങ്ങിക്കാൻ പറഞ്ഞു. വളഡിപ്പോന്നാണ് വാങ്ങിച്ചത്. പക്ഷേ ഇത് കറക്റ്റ് ചകിരിച്ചോറല്ല. ചകിരിച്ചോറിൽ അവർ എന്തൊക്കെയോ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന മണ്ണിര കമ്പോസ്റ്റൊക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിറം ഒരു ബ്ലാക്ക് കളറാണ്. ശരിക്കുള്ള ചകിരിച്ചോറ് നല്ല റെഡ് കളറായിട്ട് ഷീറ്റായിട്ടാണല്ലോ വരുന്നത്. ഇതങ്ങനെയല്ല വന്നിരിക്കുന്നത്. ശരി, എന്തായാലും നമുക്കിപ്പോൾ അത് കിട്ടാത്തതുകൊണ്ട് ഇത് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ 1 കിലോ വേപ്പും പിണ്ണാക്ക് വാങ്ങിച്ചതാണ്. 1 കിലോ വേപ്പും പിണ്ണാക്ക് ചേർത്ത് കൊടുക്കാമെന്ന് കരുതി. നല്ലതാണ് വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയൊക്കെ ചേർത്താൽ. പക്ഷേ എല്ലുപൊടിയൊന്നും ഇപ്പോൾ ചേർക്കുന്നില്ല. ഈ വേപ്പും പിണ്ണാക്ക് മാത്രം അങ്ങോട്ട് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിന് മുകളിലോട്ട് കുറച്ചുകൂടെ മണ്ണ് ഇട്ടിട്ട് വീണ്ടും നമുക്ക് കുറച്ച് കൂടുതൽ അളവിൽ നമുക്ക് വേണമല്ലോ. ഒരു 15 ചട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ചധികം മണ്ണ് ചേർത്ത് ഇതിന് കറക്റ്റാക്കി എടുക്കണം. അല്ലെങ്കിൽ ചട്ടി ബാലൻസ് വരും. പിന്നെ നമ്മൾ മണ്ണ് പോയി എടുത്തിട്ട് വരണം. അപ്പോൾ അതൊക്കെ പ്രയാസമാണ്. ഇതേ മണ്ണിൽ കല്ലൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അവിടെ ഇറക്കിയ മണ്ണാണ്. അത് നല്ല ചുവന്ന മണ്ണ് കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ്. അപ്പോൾ നമുക്ക് ഈ വാങ്ങിയ ചകിരിച്ചോറ് കുറച്ച് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ബ്ലാക്ക് നിറമാണ് കേട്ടോ. ചകിരിച്ചോറ് ഇങ്ങനെയാണോ എന്ന് ചോദിക്കരുത്. ഇതൊരു ബ്ലാക്ക് നിറമാണ്. ഞാൻ പറഞ്ഞു ഇതിലെന്തോ അവർ മണ്ണിര കമ്പോസ്റ്റൊക്കെ ആഡ് ചെയ്തിട്ടാണ് കിട്ടിയിരിക്കുന്നത്. മറ്റേത് നമുക്ക് നല്ല ഷീറ്റായിട്ടാണ് കിട്ടാറ്. കോക്ക്പിറ്റ് വാങ്ങിക്കുന്ന സമയത്ത് അത് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തി അല്ലെങ്കിൽ തച്ചുടച്ച് ഒക്കെയാണ് ഉപയോഗിക്കാറ്. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റി. ഇനി അതിലേക്ക് കുറച്ചും കൂടെ മണ്ണിട്ട് കൊടുത്തു. ഇനി നമ്മളതൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. പിന്നെ അവർ തന്ന കൃഷിഭവനിൽ നിന്ന് തന്നതാണിത്. ഇത് കറക്റ്റായിട്ട് അവർ തയ്യാറാക്കി വരുന്നതാണ് എല്ലാവർക്കും കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് മണ്ണിര കമ്പോസ്റ്റ് തന്നെയാണ്. അതിൻ്റെ ഒരു പകുതിയിലേറെ ഞാൻ എടുത്തിട്ടുണ്ട്. ബാക്കി കുറച്ച് അങ്ങ് എടുത്ത് മാറ്റി വെച്ചു. പിന്നെ അവർ തന്ന ആ വളങ്ങളൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഉപയോഗിക്കേണ്ടതാണ്. ആ ബോട്ടിലുള്ള വളങ്ങളൊക്കെ അതൊക്കെ ഞാൻ മാറ്റി വെച്ചു. ഇതും നമുക്ക് കൃഷിഭവനിൽ നിന്ന് തന്നതാണ്. ഇതൊരു 4 കിലോ 5 കിലോനൊക്കെ വെയിറ്റ് ഉണ്ട്. കാണുന്ന പോലെയല്ല, ഒരു വൈറ്റ് പൗഡറാണ്. ഇത് ഡോളോമേറ്റ് ആണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇതിൽ പേരൊന്നും കണ്ടില്ല. പക്ഷേ ഡോളോമേറ്റ് ആയിരിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് കലർത്തി എടുത്തിട്ട് വേണം ചട്ടിയിൽ നിറയ്ക്കാനായിട്ട്. ഇത് ഫുള്ളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല, കുറച്ച് മാറ്റി വയ്ക്കാം. ഞാനൊരു 1.5 കിലോനൊക്കെ ഇതിൽ എടുത്തിട്ടുള്ളൂ. ബാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നന്നായി ഇത് ഇളക്കി ചട്ടികളിൽ നിറച്ച് നമുക്ക് ഓരോ തൈകളായിട്ട് നടാം. പക്ഷേ എല്ലാ തൈകളും നടന്നു ഒന്നും ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്നില്ല. 1-2 തൈകൾ വെക്കുന്ന രീതി മാത്രമേ കാണിക്കുന്നുള്ളൂ. അറിയാത്തവർക്ക് അറിയാനായിട്ട് ചെയ്യുന്നു എന്ന് മാത്രം. ഇത്രയൊക്കെ ചെയ്താൽ തന്നെ ഇപ്പം നമുക്ക് പച്ചക്കറി നന്നായിട്ട് കിട്ടാറുള്ളൂ. അല്ലാതെ നമ്മൾ പഴയ കാലത്ത് ചെയ്ത പോലെ വെറുതെ അങ്ങ് കൊണ്ടുപോയിട്ട് മണ്ണിൽ നട്ടാലൊന്നും ഇപ്പോൾ പച്ചക്കറി നമുക്ക് കിട്ടാറില്ല. കാരണം ഈ മണ്ണിൻ്റെ ഘടനകളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. കാലാവസ്ഥയ്ക്ക് മാറ്റം വന്നു. ഇതൊക്കെ ആയിരിക്കാം കാരണം. പണ്ടൊക്കെ നമ്മൾ വെറുതെ അങ്ങ് വെച്ച് കൊടുത്താൽ തന്നെ കായ്ക്കും. ഇപ്പം ഇതുപോലെ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കിയൊക്കെ ചെയ്യണം, എങ്കിലേ നമുക്ക് നല്ല വിളവ് കിട്ടൂ. ഇപ്പം ഇതുപോലെ ഇതാ എടുത്ത് നമ്മൾ കത്രി കൊണ്ട് അതിൻ്റെ ആ കവറൊന്ന് അങ്ങ് മുറിച്ച് മാറ്റിയിട്ട്, അത് നല്ല ഉറച്ച മണ്ണാണ് കേട്ടോ ഈ തൈ ഇരിക്കുന്നത്. നല്ല കട്ടിയുള്ള മണ്ണിലാണ് അവർ വെച്ചിരിക്കുന്നത്. ചില സമയത്ത് ചെറിയ തൈകളൊക്കെ വാങ്ങിക്കുമ്പോൾ അത് ചകിരിച്ചോറിൽ മാത്രം വെച്ച പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇത് നല്ല കട്ടിയുള്ള മണ്ണാണ്. ഇതിൽ നിന്ന് മാറ്റി നമ്മൾ നിറച്ച ചട്ടിയിലേക്ക് വെച്ച് അല്പം മണ്ണ് കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇതേ ചെയറിന്നൊക്കെ താഴെ ഇരുന്നു വയ്യ. ചെയറിലിരുന്നിട്ടൊന്നും ഈ പണി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനി മറ്റുള്ള ചെടികളും നമുക്ക് ഇതേപോലെ ചെയ്യണം.
2 മുരിങ്ങയുടെ തൈ തന്നിട്ടുണ്ട് ഇവർ. അത് നമുക്ക് ചട്ടിയിൽ വെക്കാൻ പറ്റില്ല. ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ കുറച്ച് വലിയ ചട്ടിയായിരിക്കണം. ഇത് മുരിങ്ങത്തൈയാണ്. അപ്പോൾ അത് നമുക്ക് പുറത്ത് വെക്കാം. കുറച്ച് വലുതാവുന്ന ചെടിയാണ്. ഇത് അകത്തിച്ചീരയാണ്. ഇത് കാണുമ്പോൾ ചെറുതായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ അത് ചെറിയൊരു കുറ്റിച്ചെടിയാവും തോന്നുന്നുണ്ട്. ഇത് തമിഴ്നാട്ടിലൊക്കെ ധാരാളമായിട്ട് കാണാറുണ്ട്. ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല. എന്തായാലും നമുക്ക് വെച്ച് നോക്കാം. ചെടികളെല്ലാം വലുതായ ശേഷം ഞാനൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരയ്ക്കും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കേ, ബൈ.